കാഞ്ചന വിവരങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ഈ കുറച്ചു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസാ? അത് പിന്നെ ഞങ്ങളുടെ തറവാടിന്റെ പാർട്ടീഷൻ കഴിയണം. ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത് അനുജനാണേ. അവനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുന്ന താമസേ ഉള്ളൂ. എന്താ അനുജൻ സമ്മതിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ സമ്മതിപ്പിക്കാം. അത് വേണമെന്നില്ല. വേണമെന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് കാരണം എനിക്ക് എന്റെ കുടുംബസമാധാനം പോയി. ജിജി എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കണില്ല. നിങ്ങളുടെ അനിയനെ ഞാൻ ഇന്ന് കാണാം. അല്ല, ആദ്യം ഞാനൊന്ന്. ഇങ്ങനെയുള്ള കേസുകള് കുടുംബക്കാര് തമ്മി പറഞ്ഞ വഷളാവേ ഉള്ളൂ. ഒരു ഇടനിലക്കാരുണ്ടായ സംഗതി വളരെ എളുപ്പമായി. ഞാൻ വരാം, സുഖമായിട്ട് പാർട്ടീഷൻ കഴിച്ച് കൈത്തരാം. അത് അമ്മയ്ക്കൊക്കെ എന്ത് തോന്നുന്നുള്ളൊരു പേടി. ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ നിൽക്കാം. ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ അനുജനെ പോലുള്ള എത്രയെത്ര ശിഷ്യന്മാരെ ദിവസേന മെരുക്കുന്നവനായി ഞാൻ. ഇത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ലെന്നേ, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. അല്പം പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എഞ്ചിനീയർ ഒന്നും അല്ലേ? നീ പോളിടെക്നിക്ക് പഠിച്ച. മനസ്സിലായി, എല്ലാം ഞാൻ അറിഞ്ഞു. മേസ്തിരി കുഴപ്പമില്ല. ഞാനിപ്പോ തൽക്കാലം പാർട്ടീഷന്റെ കാര്യം പറഞ്ഞ് ജിജിയെ സമാധാനിപ്പിച്ചിട്ടാ. അതുവരെ മേസ്തിരി ഇവിടെ സമാധാനം. മേസ്തിരി അല്ല ഞാൻ. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മരിച്ചോന്നറിയാനോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല മോനെ. നിനക്കറിഞ്ഞൂടാ, അന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ നെഞ്ചി കിടന്ന് പുകയ്യ. എന്റെ 2 മക്കളെ ഞാൻ 2 തട്ടി നിർത്തിയല്ലേ? നീ ഇത്രയ്ക്ക് ദുഷ്ടനായത് എപ്പോഴാടാ? അതിനുശേഷം എന്നും രാത്രി കരഞ്ഞു ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയതാണല്ലേ? അത് പോട്ടെ, വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് ഭാഗത്തിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞേക്ക്. ദിവ്യമോക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ല. അവളെ നിനക്കൊന്ന് കൊണ്ടുവരായിരുന്നില്ലേ? നീ പരീക്ഷ എഴുതിയോ? വല്യേട്ടൻ ഞങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? ഉറങ്ങിക്കിടന്ന ആ കൊച്ചിനെയും കൊണ്ടാണ് നീ പടിയിറങ്ങി പോയത്. പാവം കുട്ടി. അത്ര സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ആരും എന്തേ അങ്ങോട്ടൊന്നും വന്നില്ല? ഞാനിവിടെ ഇറങ്ങിപ്പോയപ്പോ പടിയടച്ച് പിണ്ടം വെച്ചോ? സുഖു, ഞങ്ങളെ ജാതിന്ന് പുറത്താക്കിയോ? അമ്മേ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഈ ബന്ധോ സ്നേഹമൊക്കെ. നിങ്ങളുടെ ആരുടെ സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട. പുകഞ്ഞ ഉള്ളി പുറത്തുതന്നെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പലതുണ്ട്. അതെ, അത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് പോലും ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടെ വന്നത്. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലായി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാളെന്നുള്ള പദവി അമ്മ എപ്പോഴും എനിക്ക് തരാറുണ്ടല്ലോ. പക്ഷേ ഇക്കാലം വരെ ആ പലചരക്ക് കടയുടെ വരവ് ചെലവ് കണക്ക് എന്നെ കാണിച്ചിട്ടുണ്ടോ? അതെ, അച്ഛൻ ഉണ്ടാക്കിയതാ. ഇവനും എന്റെ ഭാര്യക്ക് മാത്രം വിഴുങ്ങാനുള്ളതല്ല. ഓ, കണക്ക് ചോദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? അല്ല, ഈ വീടിന്റെയും കടയുടെയും ഷെയർ തന്ന് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. അപ്പോ 6 കൊല്ലായിട്ട് നിങ്ങൾ കണക്ക് കാണിക്കാറില്ല അല്ലേ? ഏയ് മിസ്റ്റർ, അത് വളരെ തെറ്റാണ്. എവിടെയാണ് കട? അത് പോട്ടെ, അച്ഛൻ മരിക്കുമ്പോ കടയിൽ എത്ര രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം സെയിൽ ടാക്സ് എത്ര രൂപ കൊടുത്തു? ഈ വീട്ടിലേക്ക് എടുക്കുന്ന സാധനങ്ങളെ കണക്ക് എഴുതി വെക്കാറുണ്ടോ? അരി എവിടെ നിൽക്കണു? പഞ്ചാബിന്നോ അല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ? നിങ്ങൾ പേഴ്സണലായിട്ട് ചെലവാക്കുന്ന കാശുകൾ എഴുതി വെക്കാറുണ്ടോ? ഉദാഹരണത്തിന് ഭാര്യയ്ക്കൊരു സാരി കൊടുത്തു, അല്ലെങ്കിൽ അമ്മായച്ചിനും അമ്മായിമേനും കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് കുറെ സാധനം കെട്ടി പറിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ആരാണെന്ന് താൻ അറിയേണ്ട കാര്യമില്ല, പക്ഷെ താൻ ആരാണെന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കണക്കെടുക്ക്. എന്റെ സുഹൃത്തിനെ നീ തല്ലിയല്ലേ? ഇയാളെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യമാണ്. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഈ വീട് ഞാൻ കുളം തോണ്ടും. എന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന് എല്ലാത്തിനും 14 പീസാക്കും. ഡാനിയൽ സർ,
സാർ